മിഥില ഇപ്പോൾ ഒരു പുതിയ വിവരം കൂടി പങ്കുവെക്കുന്നതായി മനസ്സിലാക്കുന്നു. മിഥില, ഈ 2 പശ്ചിമബംഗാൾ സ്വദേശികൾക്കാണ് പരിക്കേറ്റതെന്ന് മനസ്സിലാക്കുന്നു. അവരുടെ വിശദാംശങ്ങളും ലഭ്യമായിട്ടുണ്ടോ? ക്രിസ്റ്റീന, പരിക്കു പറ്റിയത് പശ്ചിമബംഗാൾ സ്വദേശികളാണ്. 22ഉം 25ഉം വയസ്സുള്ള 2 പേരാണ്. അലക്സിസ്, ഒപ്പം തന്നെ അദീഷ്. ഈ 2 പേരുകളിലുള്ള പശ്ചിമബംഗാൾ സ്വദേശികളാണ് ഇപ്പോൾ പരിക്കുപറ്റി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. 22ഉം 25ഉം വയസ്സാണ് ഇവർക്ക്. ഇവർക്കൊപ്പം ജോലി ചെയ്യുന്ന മൂന്നാമനാണ് ഇവിടെ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നത്. ആ ആളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഹിറ്റാച്ചി ഇങ്ങോട്ട് എത്തിച്ചിട്ടുണ്ട്. JCB കൂടി ഇങ്ങോട്ട് എത്തിക്കാനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത്. അല്പസമയം മുമ്പ് ഇവിടെ എത്തിയ MLA അഹമ്മദ് ദേവർകോവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൂടുതൽ സംവിധാനങ്ങൾ ഇങ്ങോട്ട് എത്തിക്കും. പ്രഥമ ദൃഷ്ട്യാ തന്നെ ഒരു വീഴ്ച സംഭവിച്ചതായി മനസ്സിലാകുന്നുണ്ട്. ആരുടെ ഭാഗത്താണ് ഇത്തരത്തിൽ വീഴ്ച സംഭവിച്ചത്? പ്രദേശവാസികൾ ഇത്തരത്തിൽ പരാതി നൽകിയിട്ടും ഇവിടെ മണ്ണിടിച്ചിൽ തുടരുന്നത്, അല്ലെങ്കിൽ ഈ നിർമ്മാണ ജോലികൾ തുടരുന്നു എന്നത് തന്നെ വലിയ വീഴ്ചയാണ്. അത് ആരുടെ ഭാഗത്താണ് ഇത്തരത്തിൽ വീഴ്ചയുള്ളത് എന്ന് കൃത്യമായി പരിശോധിക്കും. MLA എന്ന നിലയിൽ തനിക്ക് പരാതിയൊന്നും ലഭിച്ചിട്ടില്ല എന്ന് പറയുന്നു. ആളെ കണ്ടു എന്ന ഒരു സൂചന നമുക്ക് ലഭ്യമാവുന്നുണ്ട് ക്രിസ്റ്റീന. കാരണം ഒരാളാണ് ഇവിടെ കുടുങ്ങിക്കിടന്നിട്ടുണ്ടായിരുന്നത്. ആ തൊഴിലാളിയെ കണ്ടു എന്ന വിവരം തന്നെയാണ് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിയുന്നത്. ഇതര സംസ്ഥാന തൊഴിലാളിയാണ്. നമുക്ക് ലഭിക്കുന്ന സൂചന പ്രകാരമാണെങ്കിൽ പശ്ചിമബംഗാൾ സ്വദേശിയാണ് ഈ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നത്. 3 പേരായിരുന്നു ഈ നിർമ്മാണ ജോലി നടക്കുന്നതിനിടെ ഇവിടെ ഉണ്ടായിരുന്നത്. അതിൽ 2 പേരെ രക്ഷപ്പെടുത്തി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. മൂന്നാമനായിട്ടുള്ള പരിശ്രമമായിരുന്നു ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മണ്ണിനടിയിൽ നിന്നും ഈ തൊഴിലാളിയെ കണ്ടു എന്ന ഒരു സൂചനയാണ് നമുക്കിപ്പോൾ അവിടെ നിന്നും ലഭിക്കുന്ന ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ചെറിയ രീതിയിൽ ഹിറ്റാച്ചി ഉപയോഗിച്ച് ആ മണ്ണ് അവിടെ നിന്നും നീക്കാനുള്ള ശ്രമമാണ്, അയാളെ പുറത്തെടുക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ക്രിസ്റ്റീന, മിഥില നിൽക്കുന്നത് അതിന് വളരെ അകലെയായാണോ? അവിടെ ഉള്ള ആരെങ്കിലും ഇദ്ദേഹത്തെ കണ്ടെത്തിയോ എന്ന വിവരം ഒരു കൃത്യതയോട് പറയാൻ സാധിക്കുന്ന ആരോടെങ്കിലും ചോദിച്ചറിയാനാവുമോ? ക്രിസ്റ്റീന, ഏറ്റവും അടുത്തു തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. പക്ഷേ ഒരു അപകട മേഖലയായതുകൊണ്ട് തന്നെ അങ്ങോട്ട് ആരെയും കടത്തിവിടുന്നില്ല. ഈ രക്ഷാപ്രവർത്തനം നടത്തുന്ന ആളുകളെ മാത്രമാണ് നിലവിൽ കടത്തിവിടുന്നത്. നിലവിൽ അവിടെയുള്ള ഉദ്യോഗസ്ഥരുടെ ഒരു ആംഗ്യഭാഷയിൽ നിന്ന് നമുക്ക് ലഭ്യമാവുന്നതെങ്കിൽ നമ്മുടെ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് ലഭ്യമാവുന്നതാണ്. അവിടെ ഇത്തരത്തിൽ കണ്ടോ എന്നൊരു സൂചന ഈ പ്രദേശവാസികളും പറയുന്നുണ്ട്. ചെറിയ രീതിയിൽ ആ ഹിറ്റാച്ചി ഉപയോഗിച്ച് അവിടെ നിന്നുള്ള മണ്ണുകൾ മാറ്റുന്ന ഒരു പ്രവർത്തനം തന്നെയാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരാളാണ് കുടുങ്ങിക്കിടക്കുന്നത്. നിലവിൽ നമുക്ക് ലഭ്യമായ സൂചന പ്രകാരമാണെങ്കിൽ പശ്ചിമബംഗാൾ സ്വദേശിയാണ്. ഒരു ഷീറ്റ് അങ്ങോട്ട് എത്തിക്കാനുള്ള ഒരു നിർദ്ദേശം ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥന്റെ ഭാഗത്തും ഉയരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ആ തൊഴിലാളിയെ കണ്ടു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ആളെ കണ്ടു എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. തീർച്ചയായും അതെ ക്രിസ്റ്റീന, അത്തരമൊരു സ്ഥിരീകരണത്തിലേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത്. അവിടെ ആ തൊഴിലാളിയെ കണ്ടിരിക്കുന്നു. മണ്ണിനടിയിൽ അകപ്പെട്ട ആ തൊഴിലാളിയെ കണ്ടെത്തിയിരിക്കുന്നു. അദ്ദേഹത്തെ പുറത്തെടുക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നമുക്ക് കാണാം. ഹിറ്റാച്ചി മാറ്റി അവിടെ നിന്നും കൈക്കോട്ട് ഉപയോഗിച്ച് മണ്ണ് മാറ്റി അയാളെ പുറത്തെടുക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ ഷീറ്റുകളൊക്കെ അങ്ങോട്ട് എത്തിച്ചിട്ടുണ്ട്. 2 പേരാണ് രക്ഷപ്പെടുത്തി ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നത്. മൂന്നാമത്തെ ആളെ ഇപ്പോൾ അദ്ദേഹത്തെ കണ്ടു എന്ന ഒരു സൂചന നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയുന്ന ഒരു സൂചന. അതെ, തീർച്ചയായും നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. നമ്മുടെ ഈ ഒരു ദൃശ്യം വിഷ്ണുവിൻ്റെ ക്യാമറയിൽ വരുന്ന ദൃശ്യങ്ങളിൽ നിന്ന് നോക്കുകയാണെങ്കിൽ കണ്ടു എന്ന് തന്നെ ആ ഒരു സ്ഥിരീകരിക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങൾ തന്നെയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. അദ്ദേഹത്തെ പുറത്തെടുക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ചെറിയ രീതിയിൽ മണ്ണ് മാറ്റി ഹിറ്റാച്ചി അവിടെ നിന്നും മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ കൈക്കോട്ട് ഉപയോഗിച്ച് അദ്ദേഹത്തിൻ്റെ ദേഹത്തുള്ള മണ്ണ് ചെറിയ രീതിയിൽ മാറ്റി പുറത്തേക്ക് എടുക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ക്രിസ്റ്റീന, നമുക്ക് ഈ ദൃശ്യങ്ങൾ തന്നെ അതിന് സാക്ഷ്യമാണ്. ഇപ്പോൾ ആ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് നിലവിൽ ലഭ്യമാകുന്ന സൂചന പ്രകാരമാണെങ്കിൽ പശ്ചിമബംഗാൾ സ്വദേശിയാണ്. 2 പേർ പരിക്കേറ്റ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ളത് പശ്ചിമബംഗാൾ സ്വദേശികളാണ്. 22ഉം 25ഉം വയസ്സുള്ള യുവാക്കളാണ് പരിക്കേറ്റ് ചികിത്സയിലുള്ള ആളുകൾ. നമുക്ക് ഈ ദൃശ്യങ്ങളിലേക്ക് തന്നെ പോവുകയാണെങ്കിൽ ആ ആളെ പുറത്തെത്തിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങോട്ട് ഷീറ്റ് എത്തിച്ചിട്ടുണ്ട്. ചെറിയ രീതിയിൽ മണ്ണ് മാറ്റി ഹിറ്റാച്ചി അവിടെ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഹിറ്റാച്ചി എത്തിച്ചതിന് ശേഷം മണ്ണ് നീക്കം തുടങ്ങിയതിന് ശേഷമാണ് ഇത്തരത്തിൽ ആളുടെ ദേഹം ആ ഒരു മണ്ണിനടിയിൽ കണ്ടിട്ടുള്ളത്. അതിപ്പോൾ പുറത്തെടുക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. 1 മണിക്കൂറിലധികമായി ഇവിടെ ഇത്തരത്തിലുള്ള ഒരു ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ തന്നെ വലിയ സംവിധാനങ്ങളൊന്നും ഇങ്ങോട്ട് എത്തിച്ചിട്ടുണ്ടായിരുന്നില്ല.
നമ്മളിവിടെ എത്തിയ സമയത്തും മണ്ണിടിഞ്ഞു, വലിയ രീതിയിൽ മണ്ണിടിഞ്ഞു വീഴുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ആ സമയത്തും അവിടെ രക്ഷാപ്രവർത്തകർ ഉണ്ടായിരുന്നു. ആ മണ്ണിടിഞ്ഞ സമയത്തും അതിന് തൊട്ടു താഴെ രക്ഷാപ്രവർത്തകർ ഉണ്ടായിരുന്നു. അവർ ഓടി രക്ഷപ്പെട്ടതാണ്. അതുകൊണ്ട് മാത്രം അവർ രക്ഷപ്പെട്ടതാണ്. 3 പേരായിരുന്നു ഈ നിർമ്മാണ ജോലി നടക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നത്. 2 പേരെ രക്ഷപ്പെടുത്തി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. അവരുടെ പേര് വിവരങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അവശേഷിക്കുന്ന ഒരാളെ ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. അയാളെ പുറത്തെടുക്കാനുള്ള ഒരു ശ്രമമാണിപ്പോൾ ഫയർഫോഴ്സിൻ്റെയും നാട്ടുകാരുണ്ട്, പോലീസിൻ്റെ എല്ലാവരുടെയും ഭാഗത്തും ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ ശ്രമകരമായ ഒരു ദൗത്യം തന്നെയാണ്. കാരണം വലിയ രീതിയിലുള്ള ചെങ്കൽപ്പാറ അല്ലെങ്കിൽ ചെങ്കൽ ആണ് വലിയ രീതിയിൽ ഇത് അടർന്നു വീണിട്ടുള്ളത്. വലിയ വലിയ കഷ്ണങ്ങളാണ്. അതുകൊണ്ട് തന്നെ അത് എടുത്തു മാറ്റുക എന്നത് വളരെ ശ്രമകരമായ ഒരു ദൗത്യമായിരുന്നു. ആദ്യം ഡ്രില്ലർ ഉപയോഗിച്ച് തുരന്ന് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റി ഇവിടെ നിന്ന് മാറ്റുന്ന ഒരു ശ്രമമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീടാണ് ഹിറ്റാച്ചി എത്തിച്ചിട്ട് ഈ മണ്ണ് നീക്കം ചെയ്യാനുള്ള ശ്രമം. ആ ഹിറ്റാച്ചി എത്തിച്ച് മണ്ണ് നീക്കുന്നതിനിടയിലാണ് ഈ തൊഴിലാളിയെ ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. ആ തൊഴിലാളിയെ പുറത്തെത്തിക്കാനുള്ള ഒരു ശ്രമം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തെ പുറത്തിപ്പോൾ സ്ട്രക്ചർ അങ്ങോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അദ്ദേഹത്തെ മാറ്റാനുള്ള മെഡിക്കൽ സംഘം എത്തിയിട്ടുണ്ട്. ആംബുലൻസ് ഇവിടെ റെഡിയായി നിർത്തിയിട്ടുണ്ട്. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ പുറത്തെടുത്ത ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള ഒരു ശ്രമമാണ് ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ആംബുലൻസ് ഇവിടെ നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം വളരെ പെട്ടെന്ന് തന്നെ പുറത്തെടുത്താൽ വൈദ്യസഹായം നൽകുക എന്നത് തന്നെയാണ്. പക്ഷേ ഈ 1 മണിക്കൂറിലധികം സമയമായി അദ്ദേഹം, 1 മണിക്കൂറല്ല, നമ്മളിവിടെ എത്തിയിട്ട് തന്നെ 1 മണിക്കൂറിലായി, അതിന് മുകളിൽ സമയമായി ഈ മണ്ണിനടിയിൽ ആ ഒരു മനുഷ്യജീവൻ കിടക്കുന്നു. ഏത് അവസ്ഥയിലാണ് അദ്ദേഹം ഉള്ളത് എന്നത് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ പറ്റില്ല. എന്തുതന്നെയായാലും നമുക്ക് ജീവനോടെ അദ്ദേഹത്തെ കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പക്ഷേ ഏത് രീതിയിലായിരിക്കും അദ്ദേഹത്തെ പുറത്തെടുക്കുക എന്ന് നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് പറയാൻ കഴിയില്ല. ക്രിസ്റ്റീന, 2 പേരെ രക്ഷപ്പെടുത്തി അങ്ങോട്ട് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പശ്ചിമ ബംഗാൾ സ്വദേശികളാണ്. 22ഉം 25ഉം വയസ്സുള്ള യുവാക്കളാണ്. അവർക്കൊപ്പം ഉണ്ടായിരുന്ന ആൾ തന്നെയാണ്. അപ്പോൾ സമാനമായ വയസ്സ് തന്നെയായിരിക്കാം ഈ ഒരു യുവാവിനും ഉണ്ടാവുക എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പശ്ചിമ ബംഗാൾ സ്വദേശിയാണ്. പ്രദേശവാസികളുടെ ഒരു പരാതിയെല്ലാം നമ്മളിപ്പോൾ കേട്ടു. ഇവിടെ വലിയ രീതിയിൽ മണ്ണിടിച്ചിലുണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നിർത്തിവെക്കണം എന്നൊരു ആവശ്യം ഇവർ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തരുതെന്ന് പറഞ്ഞ് കോർപ്പറേഷൻ, വില്ലേജ് ഓഫീസ് മാത്രമല്ല ഈ മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ പരാതി ഒന്നും തന്നെ ഫലവത്തായില്ല, അല്ലെങ്കിൽ അതിനൊന്നും ഒരു ലക്ഷ്യം കണ്ടില്ല. ഇവിടെ നിർമ്മാണ പ്രവർത്തനം തുടർന്നു. ഈ നിർമ്മാണ പ്രവർത്തനം ഇവിടെ നടക്കുന്നുണ്ട് എന്നത് മനസ്സിലാവാതിരിക്കാൻ ഷീറ്റ് കെട്ടി മറച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രഥമ ദൃഷ്ടിയ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ നിർമ്മാണ ജോലി നടക്കുന്നതായൊന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. 3 ദിവസം മുൻപ് ഇവിടെ മണ്ണിടിച്ചിലുണ്ടായി. ആ മണ്ണിടിച്ചിലുണ്ടായ സമയത്ത് ഇവർ വീണ്ടും പരാതിയുമായി വന്നിട്ടുണ്ടായിരുന്നു. ഇത് നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് നിർത്തിവെച്ചില്ല. ഈ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്തിന് നേരെ മുകളിൽ റോഡാണ്. ആ റോഡിന്റെ പാതിയോളം ഭാഗം ഇടിഞ്ഞ് താഴോട്ട് വീണിട്ടുണ്ട്. 8ഓളം വീടുകൾ മുകളിലുണ്ട്. നേരത്തെ ഷഹദിന്റെ അടുത്ത് ആ വീട്ടുകാർ സംസാരിച്ചതാണ്. ആ സമയത്ത് അവർ അവിടെ ഉണ്ടായിരുന്നത്. ഈ മണ്ണിടിച്ചിലുണ്ടായ സമയത്ത് ആ വീട്ടുകാർ അവിടെ ഉണ്ടായിരുന്നു. ആ സമയത്ത് അവരുടെ അനുഭവിച്ച ഒരു കാര്യമെല്ലാം തന്നെ ഷഹദിനോട് അവർ വ്യക്തമാക്കിയതാണ്. പക്ഷേ അല്പസമയം മുമ്പ് ഇവിടെ MLA അഹമ്മദ് ദേവർകോവിലെത്തി. അദ്ദേഹം ഒരു MLA എന്ന രീതിയിൽ തനിക്ക് ഇവിടുന്ന് പരാതി ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ പ്രഥമ ദൃഷ്ട്യാ വീഴ്ച സംഭവിച്ചെന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെ വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ആരുടെ ഭാഗത്താണ് വീഴ്ച എന്ന് നോക്കി കൃത്യമായ ഒരു നടപടിയെടുക്കുമെന്ന് അദ്ദേഹം പറയുകയുണ്ടായി.